കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനിയോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നയന മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. പക്ഷെ നയനയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പാവ അനി, അവന്റെ മനസ്സ് താൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഈ സമയത്ത് ഇതല്ലാതെ വേറൊരു മാർഗമില്ല നന്ദുവിനെ അനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ വിചാരിച്ച് നയനെ അങ്ങോട്ട് പോവാ. ഈ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു സങ്കടമൊക്കെ വന്നു. ഒരു പക്ഷെങ്കില് നയനേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരിക്കുമോ, നന്ദുവിന് തന്നെ ഇഷ്ടമല്ലായിരിക്കുമോ, തന്നോട് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കണേ. അങ്ങനെയൊക്കെ ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. ഈ സമയത്ത് നയന വന്ന് നോക്കി. അനി എന്നെ എടുക്കുമെന്ന്. അനി സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. അനി, എനിക്ക് നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അവൾക്ക് നിന്നെ ജീവനാണ്. പക്ഷെ ഈ സമയത്ത് എനിക്ക് ഈ ഒരു പോംവഴി അല്ലാതെ വേറൊന്നും ഞാൻ മനസ്സിൽ കാണുന്നില്ല. നീയും നന്ദുവും തമ്മിൽ അകലണം, എങ്കിൽ മാത്രം നീ അനാമിയെ സ്നേഹിക്കുള്ളൂ. ഇനിയും അതിന് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഈ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാതെ പിന്നെ ഈ കുടുംബത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. അത് ഓർത്തിട്ടാ എന്നോട് ക്ഷമിക്കനീന്നും പറഞ്ഞിട്ട് മനസ്സിൽ അനിയോട് മാപ്പ് അപേക്ഷിക്കുവാണ്. പിന്നീട് കാണിക്കുന്ന അനാമികയുടെ വീട്ടിൽ അനാമികയുടെ അച്ഛനോട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാമികയുടെ അച്ഛൻ പറഞ്ഞു, അത് മോളെ, ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരല്ലേ, അവർക്ക് പല പല ബന്ധങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും. അത് കല്യാണത്തിന് ശേഷം അതങ്ങോട്ട് മാറിക്കോളൂ. കല്യാണത്തിന് മുമ്പ് അങ്ങനെയാ, ഒരു പ്രണയമൊക്കെ ഉണ്ടെന്ന് ഓർത്തോണ്ട് നമ്മളത് കാര്യമായിട്ട് എടുക്കാൻ പോകണമെന്ന് പറയാം. മോളെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? പിന്നെ അനിയുടെ കാര്യത്തില് അതെല്ലാം ശരിയാവുമെന്ന് പറയാം. ഇത് കേട്ടതും അനാമി പറഞ്ഞു, അല്ല അച്ഛാ, എനിക്ക് നല്ല സംശയമുണ്ട് ആ നന്ദുവായിട്ട് എനിക്ക് നല്ല കണക്ഷൻ ഉണ്ടോന്ന്. അതിനെക്കുറിച്ച് ഞാൻ അവനോട് ചോദിച്ചോണ്ടാ ഈ വഴക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന പറയണം. നീ എന്തിനാ മോളെ അതൊക്കെ അന്വേഷിക്കാൻ പോണേ? ഞാൻ പറഞ്ഞല്ലോ, അനന്തപുരി വീട്ടിലേക്ക് ഇന്നത്തെ കാലത്ത് മക്കളെ അയക്കാനായിട്ട് ഏതൊരു അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോഴാണ് നിനക്ക് ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടായത്. നിനക്കായിട്ട് കിട്ടിയ ഭാഗ്യം നീയായിട്ട് തട്ടിത്തെറിപ്പിച്ച് കളയരുത്. അല്ലെങ്കിൽ തന്നെ ആ മൂർത്തി സാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അച്ഛനെ കല്യാണം ഉറപ്പിക്കാൻ ധൃതിപ്പെട്ട നീ കണ്ടതല്ലായിരുന്നോ? അതെന്തുകൊണ്ടാ? അത്രയും വലിയൊരു കുടുംബത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്തസ്സിനും നല്ല നമ്മുടെ അന്തസ്സ് ഉയരുമെന്ന് പറയാം. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് ഈ കല്യാണം അങ്ങോട്ട് ഉറപ്പിച്ചതെന്ന് ചോദിക്കുക. അതൊക്കെ എനിക്ക് അറിയാം അച്ഛാ. എന്റെ മോളെ, നീ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഈ സമയത്ത് അനാമികയുടെ അമ്മ രേവതി പറഞ്ഞു, അച്ഛൻ പറഞ്ഞ മോളെ ശരി, കല്യാണത്തിന് മുമ്പ് അവൻ എന്തോ ആയിക്കോട്ടെ, പക്ഷെ കല്യാണത്തിന് ശേഷം അവൻ എന്തേലും ഇനിയിപ്പോ ആ നന്ദുവിനെ കാണാൻ പോകുന്നുണ്ടോന്നോ അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നുണ്ടോന്നൊക്കെ നീ നോക്കിയാൽ മതി. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ പഠിക്കകത്ത് പോലും കയറ്റരുത്. അവിടെയാണ് നിന്റെ മിടുക്ക്. നീ വേണം എന്ത് വേണമെന്ന് തീരുമാനിക്കാനായിട്ട്. അനിയെ പറഞ്ഞ് നിന്റേതാക്കണം നീ. അവിടെയാണ് നിന്റെ കഴിവിരിക്കണേ. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഉണ്ടമ്മേന്ന് പറയണേ. ഈ സമയം അനാമികയുടെ അച്ഛൻ പറഞ്ഞു, കേട്ടില്ലേ, കല്യാണം എത്ര പെട്ടെന്ന് നടക്കണം. ആ ഉറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ അതിനൊരു മാറ്റം ഉണ്ടാവരുത്. പിന്നീട് എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാന്ന് പറയണം. നീ പിന്നെ അനിയോടിച്ച് നന്ന സോഫ്റ്റ് ആയിട്ട് ഇടപെടണം. നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അവനെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. അപ്പൊ അവനും ദേഷ്യം വരും. അതൊക്കെ എനിക്ക് അറിയാച്ചാ. പക്ഷെ എനിക്ക് അറിയില്ല, എനിക്ക് അനിയെയും നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിയുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാന്ന് പറയാം. ഇനിയെങ്കിലും നീ ആ ഭാരമൊക്കെ മനസ്സിൽ നിന്ന് ഇറക്കി വെക്ക്. കല്യാണത്തിന് ശേഷം എന്തെങ്കിലും സംഭവിച്ച അപ്പം നോക്കിയാൽ പോലെ നമുക്ക്. വെറുതെ നീ എന്തിനാ ഇപ്പോഴേ കിടന്ന് ചാടുന്നേ? അതിന്റെ കാര്യമൊന്നുമില്ല. അറിയാലോ നിനക്ക്. ഇനി ഞാൻ കൂടുതൽ വിസ്തരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറിയാച്ചാന്ന് പറയണം. പിന്നീട് അനാമിക അവിടെ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ. ഈ സമയത്ത് നയനെ ആദർശം കൂടെ ഒരുങ്ങുവാണ് പുറത്തു പോകാനായിട്ട്. അപ്പൊ നയനെ ആദർശം വാങ്ങിക്കൊടുത്ത പുതിയ സാരിയൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദർശം ചോദിച്ചു, എങ്ങനെയുണ്ട്, കൊള്ളാവോന്ന് ചോദിക്കുകയാണ് ഈ സാരി. തരക്കേടില്ലെന്ന് പറയണം. അതെന്താ തരക്കേടില്ല? അപ്പൊ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? ഇഷ്ടപ്പെട്ടെന്ന് പറയണം. ഭയങ്കര സുന്ദരി അവളെ ഈ സാരിയെ കാണാനായിട്ട്, എന്ത് ഭംഗി അവളെ കാണാനായിട്ടെന്ന് എന്ന് ആദർശം മനസ്സിൽ പറയാണ്. പിന്നീട് ആദർശം ചോദിച്ചു, ഈ ഷർട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പം നയന പറഞ്ഞു, നല്ല ഷർട്ട് ചോദിക്കും. ഓ, അതിപ്പോ നീയെ സെലക്ട് ചെയ്ത് തന്നോണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കണം. ഓ, അങ്ങനെയാണോ? അന്നൊക്കെ ഒരു കാര്യം ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഊരി വെച്ചേക്കാൻ പറയണം. അതാ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ആദർശേട്ടൻ ഇപ്പൊ ഞാൻ എടുത്ത് തന്നോണ്ട് അത് നല്ലതാന്ന് അംഗീകരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് അതല്ലേന്ന് ചോദിക്കോ? അങ്ങനെയൊന്നുമില്ല, നല്ലത് കണ്ടാ ഞാൻ നല്ലതാന്ന് പറയും. പിന്നെ ആണോന്നോ? അതെ, ഞാൻ നല്ല നല്ല ഡിസൈനിങ് ഒക്കെ വരച്ചു തന്ന സമയത്ത് ആദർശേട്ടനൊന്നും പറയാറില്ലല്ലോ. നല്ല ഡിസൈനിങ് ആണെങ്കിൽ കുറ്റമൊന്നും പറയാറില്ലല്ലോ. പിന്നെന്താ, ഞാൻ ഇഷ്ടപ്പെട്ടൊരു ഷർട്ട് സെലക്ട് ചെയ്ത് തന്നപ്പം അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. അല്ല, കൊള്ളത്തില്ല എന്ന് പറഞ്ഞൊന്നുമില്ല. ഈ സമയം നയന പറഞ്ഞു, ഇതാ പറയണേ, നമ്മൾ ഉള്ള കാര്യം ആരുടെ മുഖത്താണെന്ന് നോക്കി പറയണം. അതിന് നമ്മൾ ആണത്തെന്ന് പറയും. ഓഹോ, അപ്പൊ എനിക്ക് ആണത്തം ഇല്ലെന്നാണ് നീ പറയണേ? അങ്ങനെയല്ല, നമ്മൾ ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ലതാന്ന് അവരെ അംഗീകരിക്കാനായിട്ട് പഠിക്കണം. അത് ആദ്യം ചെയ്യണ്ടേന്ന് പറയാം.
ഇത് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു ഇനിയിപ്പോൾ ഇതിന്റെ പേരിലൊരു വഴക്ക് വേണ്ടെന്ന് പറയാം. നയന പറഞ്ഞു എനിക്കും അതാ പറയാനുള്ളൂ. ആദർശ് ചോദിച്ചു അല്ല പുറത്തു പോയിട്ട് നിനക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ, നിനക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ, അങ്ങനെ എന്തെങ്കിലും വാങ്ങണോ അല്ലെങ്കിൽ പ്രത്യേക ഫുഡ് കഴിക്കണോ, എവിടെയെങ്കിലും പോണോ, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കും. നയന പെട്ടെന്ന് പറഞ്ഞു എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല, പിന്നെ ഒരു ആഗ്രഹമുണ്ട്. അതെന്താ? പോകുന്ന വഴി തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല ഒരു വഴക്കൊന്നും ഉണ്ടാക്കാതെ സാധാരണഗതിയിൽ എവിടെ പോയാലും തിരിച്ചു കയറുമ്പോൾ വഴക്കുണ്ടാക്കിയില്ലേ കയറുന്നേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കും. പിന്നീട് ആദർശ് നയനും കൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുക. ഈ സമയത്ത് ജയനും ദേവേനും കൂടെ സംസാരിച്ചുകൊണ്ട് ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ജയൻ ജോലി ചെയ്തുകൊണ്ടിരുന്നോണ്ട് ദേവേനും മുറിയിൽ പോയി കിടന്നില്ല. അപ്പൊ അമ്മേനെ കണ്ടത് രണ്ടുപേരും തിരികെ കയറി ഇങ്ങനെ സ്റ്റെപ്പ് കയറി തിരികെ റൂമിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഈ സമയം ജയൻ വിളിച്ചു അതെന്താടാ താഴേക്ക് ഇറങ്ങി വിട്ടിട്ട് രണ്ടുപേരും കൂടെ മുകളിലേക്ക് കയറി പോകുന്നത്, ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നു. അല്ല എങ്ങോട്ടാ രണ്ടുപേരും കൂടെ ഒരു യാത്ര? അല്ല നയനയ്ക്ക് എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു പറയാണ്. പെട്ടെന്ന് ദേവേനെ ചോദിച്ചു ഈ പാതിരാത്രിയിലാണോ അവള് വാങ്ങിക്കാനുള്ളത്? എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അവൾക്ക് പകല് പോയി വാങ്ങിച്ചുകൂടെന്ന് ചോദിക്കുക. ഈ സമയം നയനോട് എനിക്കൊന്നും വാങ്ങിക്കാനൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആദർശാണ് പറഞ്ഞ പുറത്ത് പോകണമെന്ന് പറഞ്ഞേ, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം, ഇന്ന് ചുറ്റി അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞേ, അതുകൊണ്ടല്ലേ ഞാൻ ആദർശനോട് ഒരുങ്ങി ഇറങ്ങിയെന്ന് ചോദിക്കുക. ഈ സമയം ദേവേനെ പറഞ്ഞു ഇതിനകത്ത് ആരാ കള്ളം പറയണേ, ആരാ സത്യം പറയുന്നത്, ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. ജയൻ പറഞ്ഞു ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നയനമോള് കള്ളത്തരം പറയത്തില്ല. നയനമോള് പറഞ്ഞായിരിക്കും ശരി. നയനമോള് ഡ്യൂം പറഞ്ഞു കാണും നമുക്ക് പുറത്തുനിന്ന് പോയിട്ട് വരാന്ന്. ശരിയല്ലടാ ഞാൻ ചോദിച്ചതെന്ന് ചോദിക്കുക. ഈ സമയം ദേവേന് പറഞ്ഞു അതിന്റെ കാര്യമുണ്ടോ, ഈ രാത്രി പോകേണ്ട കാര്യമുണ്ടോ? നീ എന്തൊക്കെയാ ദേവനീ പറയണേ? ഓഹോ രാത്രി പോകുന്നു, നിനക്ക് എന്താ പറ്റിയത്? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് ശേഷമൊക്കെ നമ്മളും ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട്. ഇനി ആദർശം ഉണ്ടായതിനു ശേഷം ഉള്ള കാര്യങ്ങളിൽ ആദർശം അറിയത്തുള്ളൂ, പക്ഷെ അവൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും അവനറിയത്തില്ലോ. എന്റെ മോനെ നിന്റെ അമ്മ ഇങ്ങനെ രാത്രി പറയായിരുന്നു പുറത്തു പോകണം, പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം, ചുറ്റി അടിക്കണം എന്നൊക്കെ. ഞങ്ങൾ എന്തുമാത്രം പോയിട്ടുണ്ടെന്ന് അറിയാവോ? അതെ ഇതുപോലെ തന്നെയാ നമ്മുടെ മകനും അവരുടെ ഭാര്യ, അറിയാലോ. അവർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. നീ എന്തിനാ അവരെ ഇങ്ങനെ പിടിച്ചു വെക്കണമെന്ന് ചോദിക്കുക. അത് ഞാൻ ആരെ പിടിച്ചു വെച്ചെന്ന് ഓർത്താ? പെട്ടെന്ന് നയന പറഞ്ഞതേ ആദർശേട്ടാ നമുക്ക് പോണ്ട, അമ്മയ്ക്ക് ഇഷ്ടമില്ല പോണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ജയൻ പറഞ്ഞു അത് മോളെ എനിക്ക് നിന്നോടുള്ള ഒരു കാര്യം ഇതാണ്, ഒരു ദേഷ്യം ഇതാണ്. നീ എന്തിനാ ഇങ്ങനെ താന്നു കൊടുക്കണേ? നിന്റെ അമ്മായിമ്മയാന്ന് പറഞ്ഞാൽ നീ അങ്ങനെ താന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. നിനക്ക് നിന്റേതായ ഇഷ്ടങ്ങളുണ്ട്, അതൊക്കെ നീ സാധിക്കണം. ദേവേനോട് പറഞ്ഞു അതെ ദേവേനി, സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ അവർക്ക് ഇഷ്ടമുള്ളവരെ അവരും കൂടി പോകത്തുള്ളൂ, ഭർത്താവിനെ വിളിച്ചോണ്ട്. അങ്ങനെ ചോദിക്കാനും പറയാനും ഒന്നും അധികം പോവാറില്ല അമ്മായിമ്മമാരോടൊന്നും. പക്ഷേങ്കില് നയനെ സംബന്ധിച്ച് അങ്ങനെയല്ല. നയൻ നിന്റെ അനുവാദം വാങ്ങിയിട്ടാ പോയിട്ട് അല്ലെ പോകാൻ തുടങ്ങണേ. നിന്നോട് എന്ത് കാര്യം ഉണ്ടെന്ന് പറയാറൊക്കെ ഉണ്ട്, എവിടെ പോയെന്നൊക്കെ പറയാറുണ്ട്. എന്നിട്ട് പിന്നെ നീ എന്തിനാ അവരെ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നതെന്ന് ചോദിക്കുക. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളില്ലേ, അവര് പോയിട്ട് വരട്ടെ. ഓ നിന്റെ ഇഷ്ടത്തിനൊത്ത് അവൾ നിൽക്കുന്നോണ്ടായിരിക്കും നീ അവളുടെ തലയിൽ കയറി നിരങ്ങുന്നല്ലേ. ഇത് കുറച്ച് ക്രൂരതയാ ദേവേനി എന്ന് പറയാം. അല്ല ഞാൻ എന്ത് ക്രൂരത കാണിച്ചെന്നാ? അല്ല അവര് പുറത്തു പോകുന്നതിന് ഇപ്പൊ നിനക്കെന്താ കുഴപ്പം? അവര് പോയിട്ട് വരട്ടെ, അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേന്ന് ചോദിക്കുക. ദേവേനിക്ക് അങ്ങോട്ട് സൂചിച്ചില്ല അങ്ങോട്ട്. ഈ സമയം ജയൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വാ മക്കളെ എന്ന് പറയണം. ആദർശ് പറഞ്ഞു വാന്ന് പറഞ്ഞ് നയനയുടെ കയ്യിൽ ഇങ്ങോട്ട് പിടിക്കണം. നയന പറഞ്ഞു വേണ്ട ആദർശേട്ടാ, നീ വാന്നും പറഞ്ഞിട്ട് കയ്യിലങ്ങ് പിടിച്ചോണ്ട് അങ്ങ് പോവാണ്. അവരങ്ങോട്ട് ഇറങ്ങിപ്പോയതിന് ദേവേനിക്ക് അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് അടക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ജയൻ പറഞ്ഞു നീ എന്താ ദേവേനി ഇങ്ങനെയൊക്കെ? അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളൊക്കെ ഇല്ലേ? ഓ അപ്പൊ എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനായിട്ട് മനഃപൂർവ്വം ഇറങ്ങി തിരിച്ചിരിക്കുവല്ലേന്ന് ചോദിക്കാം. ആര് തോൽപ്പിക്കാനായിട്ട്? ഇവിടെ ആരും തോൽപ്പിക്കുന്നതിന്റെ ജയിപ്പിക്കുന്നതിന്റെ ഒരു കണക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല. അവള് നീ പറയുന്നതെല്ലാം അനുസരിച്ച് ഇവിടെ നിൽക്കുന്നോണ്ടാണോ കുഴപ്പം, അതോ ഇനിയിപ്പൊ നിന്നെ എതിർത്ത് സംസാരിക്കാത്തോണ്ടാണോ? അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടാരേ, നീ എന്തിനാ അവർക്ക് ഇങ്ങനെ കടിഞ്ഞാടിരുന്നേ? അല്ല ചേട്ടാ അത് പുറത്ത് മഴയുണ്ട്. പിന്നെ മഴയുണ്ട് പോലും, ഒരു ചാറ്റൽ മഴ ഉണ്ടെന്ന് ഓർത്ത് എന്താ കുഴപ്പമിരിക്കുന്നത്? അവര് കാരണല്ലേ പോന്നേ. കല്യാണം കഴിഞ്ഞ് വന്നപ്പോ നിനക്ക് ഇങ്ങനെ ഈ ചാറ്റൽ മഴയുള്ള സമയത്ത് പുറത്തു പോകാനായിട്ട് എന്തൊരു ഇഷ്ടമായിരുന്നു. നീ പറയായിരുന്നു ഈ മഴയെ കൊണ്ട് നടക്കാനായിട്ട് നല്ല രസമാണ്. അതുപോലെ തന്നെയല്ലേ അവര് പുറത്തു പോട്ടെ, പുറത്ത് വിരിച്ചിട്ട് ചുറ്റിയടിച്ച് പുറത്ത് ഫുഡൊക്കെ കഴിച്ച് വരട്ടെ. നീ ഇങ്ങനെ അവരെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അവനെ പിടിച്ച് ചേർത്ത് നിർത്തല്ലേ. കാരണം അവന് കുറച്ച് സ്വാതന്ത്ര്യം അങ്ങോട്ട് വിടാൻ പറയാണ്. ദേവേനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതങ്ങോട്ട് പറഞ്ഞു. ദേവേന് ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. ഈ സമയത്ത് ആദർശം തന്നെയും കൂടെ ഡ്രൈവ് ചെയ്ത് പോവാണ്. പെട്ടെന്ന് ഒരു പൂക്കടയുടെ മുന്നിൽ വണ്ടി നിർത്തി. ഇത് ഇതുവരെയായിട്ട് ഈ പൂക്കടയൊന്നും അടച്ചിട്ട് പോവാറായില്ലേന്ന് ആദർശം നയനോട് പറയാം. അപ്പൊ നയന പറഞ്ഞു അതെ ആദർശനെ പോലെ ഒന്നും കമ്പനി ജോലിയൊന്നും അല്ല, അവർക്ക് കുറെ സമയം കൂടെ അവർ ജോലി ചെയ്യും. കാരണം കച്ചവടം കിട്ടണമല്ലോ. പൂ ഇങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിലേ ആരെങ്കിലും രാത്രിയിലാണെങ്കിലും വന്ന് മേടിച്ച് നല്ല കാര്യമില്ല ആദർശേട്ടാ. അല്ല നിനക്ക് പൂ വേണമെന്ന് ചോദിക്കും.
പൂ മേടിക്കാന്ന് പറഞ്ഞിട്ട് ആദർശ് എന്ത് ചെയ്യണം? ആ ചേട്ടനോട് പറഞ്ഞു, ഒരു 5 മുഴം പൂ തന്നേക്കാൻ പറയണം. ഈ 5 മുഴം ഇത്ര എന്തിനാ ആദർശേട്ടാ? ഓ, ബാക്കി വണ്ടിക്കകത്ത് വെക്കാനായിരിക്കും അല്ലേന്ന് ചോദിക്കുക. പിന്നീട് പൂ കൊണ്ട് കൊടുത്തു. പൈസ കൊടുത്തിട്ട് പറഞ്ഞു ബാക്കി കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറയണം. ശരിയെന്ന് പറയാ. പിന്നീട് നയനോട് പറഞ്ഞു അങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ പറയാണ്. തിരിഞ്ഞു നിന്നപ്പോൾ നയനയുടെ തലയിലേക്ക് ആ പൂ അങ്ങോട്ട് ചൂടിച്ചു കൊടുക്കുവാണ്. നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് നയനയോട് ചോദിച്ചു, അല്ല നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കുകയാണ് കഴിക്കാനായിട്ട്. കഴിക്കാനാണ് നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടല്ലേ ഇറങ്ങിയത്, എന്നാലും പുറത്ത് വന്നിപ്പോ എന്തേലും കഴിക്കണമല്ലോ. അങ്ങനെയൊന്നുമില്ല ആദർശേട്ടാ, ബാ നിനക്ക് ഇഷ്ടം എന്താന്ന് പറഞ്ഞാൽ മതി, അത് വാങ്ങിച്ചരാന്ന് പറയണം. അത് മാത്രല്ല, നീ ഇന്നാളത്തെ പറ്റി പിന്നെ ഡ്രൈവ് ചെയ്തില്ലല്ലോ, നിന്നെ ഞാൻ ഡ്രൈവിംഗ് കുറച്ച് പഠിപ്പിച്ചല്ലേന്ന് ചോദിക്കും. നിനക്ക് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടോന്ന് ചോദിക്കും. അയ്യോ വേണ്ടായേ എന്റെ പൊന്നെ, എനിക്ക് ശരിക്കും ബാലൻസും കൂടെ ആയിട്ടില്ലെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, മൂർത്തിസ് ജ്വല്ലറി MDയുടെ ഭാര്യയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് അത് മോശമല്ലേ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, നീ വന്ന് ഡ്രൈവ് ചെയ്യാനൊക്കെ പറയുവാണ്, ഞാൻ പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അടുത്തേക്ക് പിടിച്ചിരുത്തുവാണ്. പിന്നീട് കാണിക്കുന്ന ആകെപ്പാടെ ഇങ്ങനെ അഭി ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. നോക്കി പരിചയമില്ലാത്ത നമ്പർ, ഇതാരാ പോലും വിളിക്കണേ എന്നോർത്ത് ഫോൺ എടുക്കുകയാണ്. ഹലോ എന്ന് പറഞ്ഞിപ്പോ ഞാൻ നിർമ്മല എന്ന് പറയണം. നിർമ്മല നീ ഏതാ? നീ ഏതെന്നല്ല, നീ എന്താ ഈ സമയത്ത് വിളിച്ചേ? അല്ലാതെ പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് ഏത് നമ്പരാടാന്ന് ചോദിക്കണം. ഇത് പുതിയ നമ്പരാ, ഞാൻ ഇങ്ങനെ ഓരോ നമ്പർ മാറ്റിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മിക്കവാറും പോലീസിന്റെ പിടി വീഴുമെന്ന് പറയാം. എനിക്ക് കുറച്ച് പൈസയും കൂടെ വേണമെന്ന് പറയാം. ഇത് കേട്ടതും പറഞ്ഞു, ഓഹോ അപ്പൊ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുക അല്ലേന്ന് അഭി പറയുക. ബ്ലാക്ക് മെയിൽ ചെയ്തൊന്നും അല്ല, ഞാൻ അത്യാവശ്യം നല്ല രീതിയിലാണ് ജീവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ അതിന്റെ ഇടയ്ക്കാ ഈ നവ്യയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അറിയാലോ എന്റെ അവസ്ഥ എന്താന്ന്. എനിക്ക് അങ്ങോട്ട് വരാൻ പോലും പറ്റില്ല. എനിക്കിവിടെ നിൽക്കണ കുറച്ച് പൈസ വേണമെന്ന് പറയാം. അതെ, ഇങ്ങനെ പറയുമ്പോ എടുത്തു തരാനായിട്ട് എന്റെ പൈസ ഒന്നും ഇല്ലെന്ന് പറയാം. ഇല്ലെങ്കിൽ വേണ്ട, പോലീസ് എന്നെ പിടിച്ചു കഴിയുമ്പോഴേ ഉള്ള സത്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് തുറന്നു പറഞ്ഞേക്കാം, എന്താ അത് മതിയോന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് അഭി പറഞ്ഞു, ഓ എന്റെ പൊന്നെ വേണ്ട, ഞാൻ എന്താന്ന് വെച്ച് ചെയ്തോളാന്ന് പറയണം. എന്നാ എത്രയും പെട്ടെന്ന് ചെയ്യുക. പിന്നീട് ഫോൺ വെച്ചിനിപ്പോ അഭിക്ക് തോന്നി, ഇവൻ ഭീഷണിയാണല്ലോ, ഇനിയിപ്പൊ ഇവനെ വെറുപ്പിക്കാനും പറ്റില്ല, ഇവൻ എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. ഈ സമയത്താണ് നവ്യയുടെ വരവ് അങ്ങോട്ട്. നവ്യ വന്നിട്ട് ചോദിച്ചു, ആരാ വിളിച്ചെന്ന് ചോദിക്കും. ആഹാ, അപ്പൊ നിനക്കത് അറിയണല്ലേ, എന്നെ പലരും വിളിക്കും, നിനക്ക് എന്താ അറിഞ്ഞിട്ട് കാര്യം? അല്ല, ഈയിടെയായിട്ട് അഭിയുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടവും അതോടൊപ്പം വെപ്രാളവും ടെൻഷനൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ആ നിർമ്മലിനെ പോലീസുകാർ അന്വേഷിക്കുമെന്ന് അറിഞ്ഞതിന് ശേഷം ഉണ്ടായ വെപ്രാളം എന്ന് പറയുന്നു. ഓഹോ, അപ്പൊ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുമല്ലേന്ന് ചോദിക്കും. ഞാൻ എന്നാ തെറ്റിദ്ധരിക്കുന്നത്? ഒരു പക്ഷെ നിർമ്മലിനെ ആരെങ്കിലും മനഃപൂർവ്വം ഇങ്ങനെ പറഞ്ഞു വിട്ടാണെങ്കിൽ അവര് ടെൻഷൻ അടിച്ചാൽ പോരെ, തെളിവൊക്കെ കിട്ടുമല്ലോ. അധികം വൈകാതെ തന്നെ നിർമ്മലിനെ പിടികൂടും. അപ്പൊ അതിനുള്ള തെളിവുകളൊക്കെ കിട്ടും, അവനെ ആരെ സഹായിച്ചാന്നൊക്കെ ഉള്ളേ. പിന്നെ അതിന് അഭി ഈ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. അഭി പറഞ്ഞു, എനിക്കറിയാം നിനക്ക് എന്നെ ഭയങ്കര സംശയമല്ലേന്ന് ചോദിക്കും. അല്ല, അഭിനെ സംശയിക്കത്തില്ലായിരുന്നു, അഭിയുടെ എല്ലാ ഫോട്ടോ എങ്ങനെ കിട്ടി, അതുകൊണ്ടല്ലേ അഭിനെ എല്ലാരും സംശയിച്ചെന്ന് പറയണം. ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു, ഓ മനഃപൂർവ്വം ഞാൻ എന്റെ ഭാര്യനെ അപ്പൊ എല്ലാവരും മുന്നിൽ നാണം കെടുത്താൻ ശ്രമിച്ചു, അതല്ലേ നീ ബാധിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല അഭി, നീയല്ലേ ആള്, അതിന് നിന്നെപ്പോലെ ഒന്നും അല്ല ഞാൻ എന്ന് അഭി പറയാ. നീയല്ലേ വയറ്റത്ത് പാടും കെട്ടുവെച്ച് നടന്ന പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞുകൊണ്ട്. ഇത് കേട്ടും നവിക്ക് ദേഷ്യം വന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ, അറിയാലോ എന്തുകൊണ്ടാന്ന്, എന്ത് കാരണത്താലാന്ന്, ഇനി നീ കൂടുതൽ എന്നോട് സംസാരിക്കണ്ട എന്നും പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അഭി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.